going on, growing thing. ഹലോ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ടു അനദർ ക്ലാസ് ബൈ ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒന്നാമത്തെ പാഠമായ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന പാഠത്തിലെ ടെക്സ്ച്വൽ ആക്ടിവിറ്റീസാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നോക്കാം. നമ്പർ 1, house and grounds were of grandfather's domain, but the magnificent old banyan tree was mine. Why did the boy say so? എന്തുകൊണ്ടാണ് കുട്ടി പറഞ്ഞത് എല്ലാ സ്ഥലവും എല്ലാം ഗ്രാൻഡ് ഫാദറിൻ്റെയാണ്, പക്ഷേ ബനിയൻ ട്രീ മാത്രം എൻ്റെ സ്വന്തമാണ്, എൻ്റെ ഏരിയയാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? The magnificent old banyan tree was the boy's domain because the grandfather at the age of 65 could no longer climb it. കാരണം ഗ്രാൻഡ് ഫാദറിന് ആ പ്രായത്തിൽ ഈ ഒരു ബനിയൻ ട്രീ കൊണ്ട് യാതൊരു ഗുണവുമില്ല, അതിൽ കയറാനും അദ്ദേഹത്തിന് കഴിയില്ല. രണ്ടാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ സ്ക്യൂറൽ ബിക്കം എ ഫ്രണ്ട് ഓഫ് ദ ബോയ്? എങ്ങനെയാണ് ഈ ഒരു അണ്ണാൻ കുട്ടിയുടെ ഫ്രണ്ടായി മാറിയത്? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. When the squirrel found out that the boy did not arm himself with a catapult or airgun, he became a friend of the boy. അപ്പോൾ ഈ ഒരു അണ്ണാൻ ആ കുട്ടി തന്നെ ഉപദ്രവിക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടും അവൻ്റെ കയ്യിൽ അത്തരത്തിലുള്ള കവണയോ അല്ലെങ്കിൽ എയർഗണ്ണോ അങ്ങനെയൊന്നുമില്ല എന്നുള്ളതും കൊണ്ടാണ് ഈ ഒരു അണ്ണാൻ കുട്ടിയുമായി വളരെ അടുപ്പത്തിലായത്. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് ദ ഫ്രണ്ട്സ് ഓഫ് ദ സ്ക്യൂറൽസ് തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ ഹ്യൂമൻ? വാട്ട് മൈറ്റ് ഹാവ് മെയ്ഡ് ദം തിങ്ക് സോ? എന്തുകൊണ്ടാണ് ഈ ഒരു അണ്ണാൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ ഒക്കെ ഈ ഒരു ബന്ധം, ഈ മനുഷ്യൻ കുട്ടിയുമായിട്ടുള്ള ബന്ധം ഇഷ്ടപ്പെടാതിരുന്നത്? അല്ല, അതിനെക്കുറിച്ച് എന്താണ് അവർ ചിന്തിച്ചത്? അതുപോലെ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചിന്തിച്ചത്? The friends of the squirrel thought that he was headstrong and foolish to trust a human. They thought so because humans were always harming their habitat and did not allow them to live peacefully. അപ്പോൾ ഇവൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെ ആലോചിക്കാനുള്ള കാരണം എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വിചാരിച്ചത് അവൻ ഒരു തോന്നിയ പോലെ നടക്കുന്ന ഒരു താന്തോന്നിയാണെന്നും മണ്ടനാണെന്നും ഒക്കെ അവർ വിചാരിച്ചു. മനുഷ്യനെ അവൻ വിശ്വസിച്ചതുകൊണ്ട് അവരങ്ങനെ ചിന്തിക്കാനുള്ള കാരണം മനുഷ്യരെപ്പോഴും അവരുടെ വാസസ്ഥലങ്ങൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വർഗമാണ്. അതുപോലെ അവരെ സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കാത്ത അവരാണ് മനുഷ്യർ. അതുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിച്ചത്. നാലാമത്തെ ചോദ്യം, ഹൗ വാസ് ദ ബനിയൻ ട്രീ ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഡ്യൂറിങ് ദ ഫിക്സ് സീസൺ? എങ്ങനെയാണ് ഈ ബനിയൻ ട്രീ ഫിക്സ് സീസണിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ശബ്ദമയമായ ഒരു സ്ഥലമായിട്ട് മാറിയത്? In the spring, when the banyan tree was full of small red figs, birds of all kinds would flock to its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastures, and parrot and crows squabbling with each other all the time. This made the banyan tree the noisiest place on the road. അപ്പോൾ ഈ ഒരു വസന്തകാലത്തിൽ ഈ ആൽമരത്തിൽ ധാരാളം ചെറിയ കായ്കളുണ്ടായി. അത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള പക്ഷികളും, ബുൾബുൾ, അതുപോലെ പാസ്റ്റേഴ്സ്, പാരറ്റ്സ്, ക്രോസ്, ഈ പക്ഷികളൊക്കെ അവിടെ എത്തി അവരുടെ ആ ഒരു വഴക്കും കൊത്തലും കൊണ്ടാണ് ഈ ഒരു സ്ഥലം ഇത്രയും ശബ്ദമുള്ള ഒരു സ്ഥലമായിട്ട് മാറിയത്. അഞ്ചാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ ബോയ് മേക്ക് ദ സ്പ്രിംഗ് സീസൺ എക്സൈറ്റിംഗ് ഫോർ ഹിംസെൽഫ്? എങ്ങനെയാണ് കുട്ടി തൻ്റെ ആ ഒരു വസന്തകാലം കൂടുതൽ മനോഹരമാക്കിയത്? The boy built a small platform halfway up the banyan tree on which he would spend the afternoons when it wasn't too hot. He would read there, propping himself against the bole of the tree with cushions taken from the drawing room. അപ്പോൾ കുട്ടി മരത്തിൻ്റെ പാതി വഴിയിൽ വെച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഉയരത്തിൻ്റെ ഏകദേശം ഒരു നടുഭാഗത്തായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അവിടെയാണ് അവൻ ഉച്ച കഴിഞ്ഞുള്ള സമയം, വലിയ ചൂടില്ലാത്ത സമയത്തൊക്കെ ഇരുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് അവൻ ധാരാളം പുസ്തകങ്ങൾ വായിച്ചു. മരത്തിൻ്റെ ആ ഒരു തടിയിൽ ചാരി ഇരുന്നു കൊണ്ട് അവൻ ധാരാളം പുസ്തകങ്ങൾ വായിച്ചു.
അവന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അവൻ ഒരു കുഷ്യനും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആറാമത്തെ ചോദ്യം, വാട്ട് വാസ് ദ ഇൻസിഡൻറ്റ് ദാറ്റ് ട്രിഗേർഡ് എ ലോങ് ലാസ്റ്റിംഗ് എക്സൈറ്റ്മെൻറ്റ് ഫോർ ദ ബോയ് ഇൻ സമ്മർ? അപ്പോൾ ചൂട് കാലത്ത് അവൻ്റെ മനസ്സിൽ തങ്ങി നിന്ന അല്ലെ ഒരുപാട് കാലം അവൻ ഓർത്തിരുന്ന ഒരു സംഭവം നടന്നു. എന്തായിരുന്നു ആ സംഭവം? ദ ഡെഡ്ലി ഫൈറ്റ് ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് ദി മംഗൂസ്. ഈ പാമ്പും കീരിയും തമ്മിലുള്ള ആ ഒരു ഫൈറ്റാണ് ആ ഒരു സംഭവം. ഏഴാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ കോബ്ര റിഗാർഡ് ഹിസ് ഒപ്പണൻറ്റ് വേർ ദ ട്രൂ വാരിയേഴ്സ്? എങ്ങനെയാണ് കോബ്ര തൻ്റെ ശത്രുവിനെ പറ്റി പറഞ്ഞത് അല്ലെങ്കിൽ വിവരിച്ചത്? യഥാർത്ഥത്തിൽ അവർ രണ്ടുപേരും ശക്തരായ പോരാളികളായിരുന്നു. The cobra regarded his opponent as a very good fighter, clever and aggressive. Yes, they were true warriors. അപ്പോൾ കോബ്ര തൻ്റെ എതിരാളിയെ വിശേഷിപ്പിച്ചത് നല്ലൊരു ഫൈറ്റർ എന്നും ബുദ്ധിമാനും അതുപോലെ അക്രമ സ്വഭാവമുള്ളവനുമാണെന്നൊക്കെയാണ്. അതെ, അവർ യഥാർത്ഥത്തിൽ നല്ല ഫൈറ്റേഴ്സ് ആയിരുന്നു. എട്ടാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ മംഗൂസ് മാനേജ് ടു എസ്കേപ്പ് ഫ്രം ദ സ്നേക്സ് ബൈറ്റ്? എങ്ങനെയാണ് ഈ ഒരു മംഗൂസ് പാമ്പിൻ്റെ കടിയിൽ നിന്ന് രക്ഷപ്പെടാറുള്ളത്? When the mongoose bushed his tail, long hair on his spine stood up. The thickness of his hair saved him from the snake's bite. അപ്പോൾ ഈ ഒരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് മംഗൂസ് തൻ്റെ വാലുയർത്തുകയും അതുപോലെ അവൻ്റെ ശരീരത്തിലുള്ള രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ കട്ടി കൊണ്ടാണ് അവൻ പലതവണ പാമ്പിൻ്റെ കടിയിൽ നിന്നും രക്ഷപ്പെട്ടത്. ഒൻപതാമത്തെ ചോദ്യം, ദ കോബ്ര വാസ് എ ഗുഡ് ഫൈറ്റർ, പിക്ക് ഔട്ട് വൺ ഓഫ് ഹിസ് ഫൈറ്റിംഗ് ടെക്നീക്സ്. അപ്പോൾ കോബ്ര നല്ല ശക്തനായ ഒരു ഫൈറ്ററാണ്. അവൻ ഉപയോഗിച്ച ചില ടെക്നിക്കുകൾ, ഏതെങ്കിലും ഒരു ടെക്നിക്കിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ്, swaying slowly from side to side, trying to mesmerize the mongoose into making a false move. അപ്പോൾ ഇവിടെ കോബ്ര ചെയ്തത് ഒരു സൈഡിൽ നിന്ന് അതിങ്ങനെ ആടാൻ തുടങ്ങി. അതുപോലെ തന്നെ അതിൻ്റെ കണ്ണുകൾ കൊണ്ട് എൻ്റെ എതിരാളിയെ മയക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ തെറ്റായ ഒരു നീക്കം നടത്താൻ, ഒരു സൈഡിലേക്ക് മാറാനോ ഒക്കെ ഉള്ള അയാളെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാനൊരു ശ്രമം നടത്തി അതിൻ്റെ കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട്. പത്താമത്തെ ചോദ്യം, ദ മംഗൂസ് പ്രൂവ് ദാറ്റ് ഹി വാസ് ക്ലെവർ. ക്യാൻ യു സൈറ്റ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ഹിസ് ക്ലെവർനെസ്? അപ്പോൾ ഇവിടെ കീരി ബുദ്ധിമാനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനൊരു ഉദാഹരണം കണ്ടുപിടിക്കാമോ? അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഈ ഒരു കീരി പാമ്പിൻ്റെ ആ മയക്കുന്ന കണ്ണുകളിലേക്ക് നോക്കാതെ അതിൻ്റെ പത്തിയുടെ താഴെയുള്ള ഭാഗത്തേക്ക് നോക്കിക്കൊണ്ടാണ് ഫൈറ്റ് ചെയ്തത് എന്നുള്ളതാണ്. When the cobra tried to mesmerize the mongoose into making a false move, the mongoose, knowing the power of his opponent's glassy unwinking eyes, refused to meet them. അപ്പോൾ ഇവിടെ കോബ്ര ഈ കീരിയെ മയക്കാൻ ശ്രമിച്ചപ്പോൾ വളരെ തന്ത്രപൂർവം അവൻ്റെ കണ്ണുകളുടെ പ്രത്യേകത അറിയാവുന്ന ആ ഇമ വെട്ടാത്ത ഗ്ലാസ് പോലെയുള്ള കണ്ണുകൾ അല്ലേ, ആ കണ്ണുകളിൽ നോക്കിയാൽ മയങ്ങും എന്നറിയാവുന്നത് കൊണ്ട് ആ കണ്ണുകളെ ഫേസ് ചെയ്തില്ല. 11ാമത്തെ ചോദ്യം, വാട്ട് വെർ ദ റിയാക്ഷൻസ് ഓഫ് ദ സ്പെക്ടേറ്റേഴ്സ് വെൻ ദ കോബ്ര സ്ട്രക്ക്? അപ്പോൾ ഈ പാമ്പ് കൊത്തുന്ന സമയത്ത് കാഴ്ചക്കാരായ ആളുകളുടെ പ്രതികരണം എന്തായിരുന്നു? The moment the cobra struck, the crow and the myna hurled themselves at him, only to collide heavily in mid-air. Shrieked at each other, they returned to the cactus plant. അപ്പോൾ അവർ രണ്ടുപേരും പാമ്പിൻ്റെ അടുത്തേക്ക് ചെന്നു, പാമ്പിനെ കൊത്താനായിട്ട് ചെന്നു. പക്ഷേ അവർ രണ്ടുപേരും കൂട്ടിമുട്ടുകയും അങ്ങനെ ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തിരിച്ച് അവരാദ്യം ഇരുന്ന ആ ഒരു കള്ളിച്ചെടിയുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു. 12ാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ ക്രോ പുഷ് ഇറ്റ് സെൽഫ് ഇൻ ടു ട്രബിൾ? എങ്ങനെയാണ് ഈ ഒരു മലങ്കാക്ക ഒരു പ്രശ്നത്തിലേക്ക് സ്വന്തം ചെന്ന് ചാടിയത്? When the crow and myna dived at the cobra, they missed each other as well as their mark. The myna flew on and reached its, but the crow tried to pull up in the mid-air and turned back. In the second that it took him to do this, the cobra whipped his head back and struck with great force, his snout thudding against the crow's body. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ പാമ്പിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവർക്ക് ആദ്യം രണ്ടുപേരും കൂട്ടിമുട്ടുന്നു.
വീണ്ടും അവർ തിരിച്ചു പോകുന്നു. രണ്ടാമത്തെ തവണയും ഇതുപോലെ സംഭവിക്കുന്നു. എന്നാൽ മൂന്നാമത്തെ തവണ ഇവർ കൂട്ടിമുട്ടുന്നില്ല. അങ്ങനെ മൈന അവിടം വരെ വന്നു, തിരിച്ച് തൻ്റെ പഴയ സ്ഥലത്തേക്ക് പോയി. പക്ഷേ ക്രോയ്ക്ക് അങ്ങനെ പെട്ടെന്ന് പോകാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് പാമ്പ് അതിനെ കൊത്തുകയും അങ്ങനെ അത് ചത്തുപോവുകയും ചെയ്യുന്നു. 13ാമത്തെ ചോദ്യം, വൈ ഈസ് ദ മൈന സെഡ് ടു ബി വൈസ്? എന്തുകൊണ്ടാണ് നമ്മൾ മൈന ബുദ്ധിമതിയാണെന്ന് പറയുന്നത്? The myna remained on the cactus plant very wisely and refrained from interfering again. അതിൻ്റെ കാരണം ഇതാണ്, മൈന ഒരിക്കലും അതിൻ്റെ ഇടയിൽ പോയി കയറാൻ നിന്നില്ല. അവൻ അവിടെ ഒരു സേഫ് ഡിസ്റ്റൻസിലാണ് എപ്പോഴും നിന്നത്. അതിൻ്റെ ഇടയിൽ പോകാതെ വളരെ ബുദ്ധിപരമായി മാറി നിൽക്കുകയാണ് ചെയ്തത്. 14ാമത്തെ ചോദ്യം, ഹൂ വൺ ദ ബാറ്റിൽ? വാട്ട് മെയ്ഡ് മൈന പിയർ ഇൻ ടു ദ ബുഷസ്? ആരാണ് ഈ ഒരു ഫൈറ്റിൽ ജയിച്ചത്? എന്തുകൊണ്ടാണ് മൈന ആ കാട്ടിലേക്ക് സൂക്ഷിച്ച് നോക്കിയത്? The mongoose won the battle. The myna peered into the bushes to a safe distance as it didn't want to get into trouble again. അപ്പോൾ മംഗൂസാണ് ഇതിൽ വിജയിച്ചത്. മൈന അങ്ങനെ നോക്കിയത് സേഫാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടാൻ അത് ആഗ്രഹിച്ചില്ല. 15ാമത്തെ ചോദ്യം, വാട്ട് പ്രിവെൻറ്റഡ് ഗ്രാൻഡ് ഫാദർ ഫ്രം ടേമിങ് ദ മംഗൂസ്? എന്തുകൊണ്ടാണ് ഗ്രാൻഡ് ഫാദർ ഈ ഒരു കീരിയെ മെരുക്കാൻ അല്ലെങ്കിൽ ഇണക്കാൻ ശ്രമിക്കാതിരുന്നത്? The grandfather did not try taming the mongoose because wild mongooses were more useful than a domesticated one. അതിൻ്റെ കാരണം ഇതാണ്, ഇത്തരത്തിൽ ടൈം ചെയ്യാത്ത മംഗൂസാണ് കൂടുതൽ ശക്തൻ, വീട്ടിൽ വളർത്തുന്ന മംഗൂസിനേക്കാളും. അതുകൊണ്ടാണ് അതിനെ ഇണക്കാൻ ശ്രമിക്കാതിരുന്നത്. 16ാമത്തെ ചോദ്യം, വൈ വുഡ് ഗ്രാൻഡ് മദർ forgive the mongoose for stealing the eggs? എന്തുകൊണ്ടാണ് ഗ്രാൻഡ് മദർ ഈ മംഗൂസ് അവരുടെ മുട്ട മോഷ്ടിച്ചിട്ടും അതിനോട് ക്ഷമിച്ചത്? Grandmother forgave the mongoose for stealing the eggs because it kept the snakes away from the house. അപ്പോൾ ഒരൊറ്റ കാരണം കൊണ്ടാണ് അത് ചെയ്ത ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഗ്രാൻഡ് മദർ ക്ഷമിച്ചത്. മുട്ട മോഷ്ടിച്ചത് ക്ഷമിക്കാനുള്ള കാരണം അതിനെക്കൊണ്ട് ഉപകാരമുള്ളത് കൊണ്ടാണ്. വീട്ടിൽ പാമ്പ് വരാതെ കാക്കുന്നത് കൊണ്ടാണ് ഈ മംഗൂസിൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും അവർ ക്ഷമിച്ചത്. 17ാമത്തെ ചോദ്യം, ഹൂ വാസ് ദ ന്യൂ ഫ്രണ്ട് ഓഫ് ദ സ്ക്യൂറൽ? ഹൗ ഡിഡ് ദേ എൻജോയ് ദെയർ ഫ്രണ്ട്ഷിപ്പ്? ആരായിരുന്നു ഈ ഒരു അണ്ണാൻ്റെ ഏറ്റവും പുതിയ ഫ്രണ്ട്? എങ്ങനെയാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ആഘോഷിച്ചത്? White rat was the new friend of the squirrel. The squirrel and the white rat would go off together on little excursions among the branches. അപ്പോൾ തൻ്റെ പുതിയ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു വൈറ്റ് റാറ്റ് ആയിരുന്നു. ഗ്രാൻഡ് ഫാദർ മേടിച്ചു കൊണ്ടുവന്ന ആ വൈറ്റ് റാറ്റ് ആയിരുന്നു. അതുപോലെ ഇവർ രണ്ടുപേരും അവരുടെ ഫ്രണ്ട്ഷിപ്പ് ആഘോഷിച്ചത് അവർ ഈ മരത്തിലൂടെയും പല ഭാഗത്തൂടെയും ഒരു എക്സ്കർഷൻസ് നടത്തി. 18ാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ ബോയ് കം ടു നോ ദാറ്റ് ദ സ്ക്യൂറൽ വാസ് ബിൽഡിംഗ് എ നെസ്റ്റ്? ഈ അണ്ണാൻ ഒരു നെസ്റ്റ്, ഒരു കൂടുണ്ടാക്കാനുള്ള ശ്രമത്തിലാണെന്ന് കുട്ടിക്ക് മനസ്സിലായത് എങ്ങനെയാണ്? അതിൻ്റെ ആൻസർ, വെൻ ദ ബോയ് വെൻറ്റ് ഇൻഡോർ ആൻഡ് ചേഞ്ച്ഡ് ഹിസ് ക്ലോത്ത്സ് ഹി ഫൗണ്ട് സ്ട്രോ ആൻഡ് ഗ്രാസ് ഫാളിംഗ് ഔട്ട്. സോ ഹി കെയിം ടു നോ ദാറ്റ് ദ സ്ക്യൂറൽ വാസ് ബിൽഡിംഗ് എ നെസ്റ്റ്. അപ്പോൾ കുട്ടി വീടിനുള്ളിൽ നിന്ന് അവൻ്റെ ഡ്രസ്സ് മാറുന്ന സമയത്ത് അതിൻ്റെ പോക്കറ്റിൽ നിന്നൊക്കെ ധാരാളം കച്ചിയും അതുപോലെ പുല്ലിൻ്റെ കഷ്ണങ്ങളും ഒക്കെ ലഭിച്ചു. ഇതിൽ നിന്നാണ് അവൻ മനസ്സിലാക്കിയത് ഈ അണ്ണാൻ ഒരു കൂടുണ്ടാക്കാനുള്ള ശ്രമത്തിലാണെന്ന്. 19ാമത്തെ ചോദ്യം, വാട്ട് വാസ് ദ വണ്ടർ ദാറ്റ് നേച്ചർ ഹാഡ് കെപ്റ്റ് ഫോർ ദം ഇൻ ദ നെസ്റ്റ്? ആ കൂട്ടിൽ പ്രകൃതി അവർക്കായി ഒരുക്കി വെച്ച ആ ഒരു അത്ഭുതം എന്തായിരുന്നു? അത് വെള്ള നിറത്തിലുള്ള 3 കുട്ടി അണ്ണാന്മാരാണ്. 3 വൈറ്റ് ബേബി സ്ക്യൂറൽസ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. മറ്റുള്ളവർക്ക് ഈ ചാനലിൻ്റെ ലിങ്കും വീഡിയോസും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.